22-ാം ദിവസം സഹാനുഭൂതി, പുണ്യവും പ്രയോഗവും. എമ്പതി, വെർച്യു ആൻഡ് പ്രാക്ടീസ്. മറ്റൊരാളുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും അവരോടൊപ്പം നിൽക്കാനുമുള്ള കഴിവിനെയാണ് എമ്പതി, സഹാനുഭൂതി എന്ന് പറയുന്നത്. ഇത് ദൈവികമായ സ്വഭാവമാണ്. ആത്മീയമായ അടിത്തറ നമുക്ക് നോക്കാം. ബൈബിൾ സഹാനുഭൂതിയെ ക്രിസ്തീയ ജീവിതത്തിന്റെ കാതലായി അവതരിപ്പിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം 15-ാം വാക്യം: സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവിൻ, കരയുന്നവരോടുകൂടെ കരയുവിൻ. മറ്റൊരാളുടെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളെ കാണുവാനും അനുഭവിക്കുവാനും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ഇത് വെറുമൊരു ഉപദേശമല്ല, മറിച്ച് സഹോദര സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. അല്പം മനഃശാസ്ത്രം. നമ്മുടെ മസ്തിഷ്കം ജൈവികമായി തന്നെ സഹാനുഭൂതിക്കായി രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ്. മിറർ ന്യൂറോണുകൾ നാം ഒരു കാര്യം ചെയ്യുമ്പോഴും മറ്റൊരാൾ ചെയ്യുന്നത് കാണുമ്പോഴും ഒരുപോലെ പ്രവർത്തിക്കുന്ന കോശങ്ങളാണ് മിറർ ന്യൂറോണുകൾ. ഒരാൾ സങ്കടപ്പെടുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നത് ഈ ന്യൂറോണുകൾ കാരണമാണ്. എന്താണ് ജീവിതത്തിൻ്റെ ക്രൈസിസ് ഫാറ്റിക് എന്നത്? ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ മനസ്സിന് സംഭവിക്കുന്ന എമ്പതിയുടെ ഒരു ഓവർലോഡാണത്. നമ്മുടെ മസ്തിഷ്കം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളോട് പ്രതികരിക്കാനാണ്. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും വാർത്തകളിലൂടെയും ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ള യുദ്ധങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, പട്ടിണി തുടങ്ങിയവ നാം നിരന്തരം കാണുന്നു. ഈ ദൃശ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഭയവും സങ്കടവും ജനിപ്പിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഒരു പരിധി കഴിഞ്ഞാൽ ഇത്രയും സങ്കടങ്ങൾ താങ്ങാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ മനസ്സ് സ്വയം സംരക്ഷിക്കാനായി വികാരങ്ങളെ അടിച്ചമർത്തുന്നു. ഇതിനെയാണ് മരവിപ്പ് എന്ന് പറയുന്നത്. ഈ മരവിപ്പ് മാറാൻ നമ്മൾ എന്ത് ചെയ്യണം? മനഃശാസ്ത്രത്തിൽ ഐഡന്റിഫയബിൾ വിക്ടിം എഫക്റ്റ് എന്നൊരു തത്വമുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ തോന്നുന്നതിനേക്കാൾ സഹാനുഭൂതി വിശക്കുന്ന ഒരു കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ നമുക്ക് തോന്നും. ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ നമുക്ക് കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. നമ്മുടെ കൺമുൻപിലുള്ള ഒരാളെ സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ സങ്കടം കേൾക്കുമ്പോൾ നമ്മുടെ മിറർ ന്യൂറോണുകൾ പോസിറ്റീവായി പ്രതികരിക്കുന്നു. ഇത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമായതുകൊണ്ട് നിസ്സഹായത മാറിക്കിട്ടും. സഹാനുഭൂതി തെറ്റായി മാറുന്ന അവസരങ്ങളുണ്ട്. ഏതൊരു നല്ല കാര്യവും വിവേകമില്ലാതെ ഉപയോഗിച്ചാൽ അത് ദോഷകരമാകും. സഹാനുഭൂതി പാപത്തിലേക്കോ വീഴ്ചയിലേക്കോ നയിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി, സത്യത്തെ ബലി കഴിക്കുമ്പോൾ. ഒരാളോട് തോന്നുന്ന അമിതമായ സഹതാപം കാരണം അവരുടെ തെറ്റുകളെ ന്യായീകരിക്കുകയോ തിരുത്താതിരിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല. സ്നേഹം കൊണ്ട് സത്യം സംസാരിക്കണം. രണ്ടാമതായി, പാപത്തിന് കൂട്ടുനിൽക്കുമ്പോൾ. കഷ്ടപ്പാടിൽ കഴിയുന്ന വ്യക്തിക്ക് ലഹരിയോ മറ്റു തെറ്റായ ശീലങ്ങൾക്കോ സഹായം നൽകുന്നത് അത് തെറ്റായ സഹാനുഭൂതിയാണ്. മൂന്നാമതായി, വൈകാരിക ചൂഷണം, ഡാർക്ക് എമ്പതി. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് അവരെ നിയന്ത്രിക്കാനോ സ്വയം നേട്ടത്തിന് ഉപയോഗിക്കാനോ ശ്രമിക്കുന്നത് അത് വലിയ പാപമാണ്. മൂന്നാമതായി, വൈകാരിക വിഗ്രഹാരാധനയാണ്. ദൈവകൽപ്പനയേക്കാൾ ഉപരിയായി മനുഷ്യന്റെ വികാരങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആത്മീയമായ തെറ്റാണ്. നാലാമതായി, സ്വയം തകർക്കുന്ന സഹാനുഭൂതിയാണ്. മറ്റുള്ളവരുടെ ഭാരം ചുമന്ന് സ്വന്തം മാനസിക ആരോഗ്യവും കടമകളും മറന്ന് സ്വയം നശിപ്പിക്കുന്നത് അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ ദിവസം നമുക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാം. സഹാനുഭൂതി ഒരു പുണ്യമായി നിലനിർത്താൻ ഈ 3 കാര്യങ്ങൾ ചെയ്യുക. 1,
ആക്റ്റീവ് ലിസണിംഗ് ആണ്. ഇന്ന് ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഫോൺ മാറ്റിവെച്ച് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി പൂർണ്ണമായി അവരെ ശ്രദ്ധിക്കുക. രണ്ടാമതായി വിവേകത്തോടെയുള്ള ഇടപെടലാണ്. മറ്റുള്ളവരുടെ വികാരങ്ങളിൽ പങ്കുചേരുമ്പോഴും സത്യത്തിൽ നിന്നും ദൈവകൽപ്പനകളിൽ നിന്നും വ്യതിചലിക്കാതിരിക്കാൻ പരിശ്രമിക്കുക. മൂന്നാമതായി സ്വയം കരുതിയിരിക്കുക. മറ്റൊരാളെ ആശ്വസിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ സമാധാനം നഷ്ടപ്പെടാതെ നോക്കുക. ചുരുക്കം പറഞ്ഞാൽ സഹാനുഭൂതി സത്യത്തോടും വിവേകത്തോടും ചേർന്നായിരിക്കണം. സത്യമില്ലാത്ത സഹാനുഭൂതി വഞ്ചനയാണ്. വിവേകമില്ലാത്ത സഹാനുഭൂതി അത് വിഡിത്തമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.